അതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അല്ലെങ്കിൽ ഇതിനകം അദ്ദേഹം ഡോക്ടർ റഹീമായി മാറുമായിരുന്നു. ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം MP ആയിരിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് MG സർവകലാശാലയിൽ PhD എടുത്തു. എങ്ങനെ PhD എടുത്തു എന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ SFIയിൽ ചേർന്നു. എന്താണ് അത്? വേറൊന്നുമല്ല, SFI ചേർന്നാൽ സമരത്തിനെ കൊന്നാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. കൃത്യമാണ്. കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കൾ നന്നാകണമെന്നുണ്ടെങ്കിൽ CPM വിചാരിച്ചാൽ മാത്രം മതി. സാർ, ഇപ്പോൾ ഈ പ്രിൻസി കുര്യാക്കോസ് ആയിരുന്നാലും ചിന്താ ജെറോമായിരുന്നാലും അവർ തെറ്റ് വരുത്തിയെങ്കിൽ തന്നെ അത് പല പ്രോസസ്സിങ്ങിലും കൂടെ കടന്നു പോകേണ്ടതാണ്. ഗൈഡും അതുപോലെയുള്ള പല ആൾക്കാരുടെ വഴി കടന്നു പോകുന്നത്. അവരും ഇതൊന്നും കണ്ടില്ല എന്ന് വരിക്കുമ്പോൾ അവരുടെ ഒരു നിലവാരവും നമുക്കത് അത് പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ ചിന്താ ജെറോമിൻ്റെ വാഴക്കുല വന്നുകൊണ്ടാണ് അത് വലിയ വിവാദമായത്. വാസ്തവത്തിൽ അവിടെ തീസൊക്കെ വളരെ അത്രയും അക്ഷരത്തെറ്റും റെപ്പറ്റീഷനും പ്ലാജറിസം എല്ലാം ഉണ്ട്. ഇപ്പം പ്ലാജറിസം പോലും മാറ്റുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റമുണ്ട്. ഈ സെൻറ്റൻസുകളുടെ കൺസ്ട്രക്ഷൻ മാറ്റിയാൽ അവരുടെ പ്ലാജറിസം മാറി കിട്ടും. അതിന് കാര്യം എന്താ വെച്ചാൽ അവരുടെ ഗൈഡ് എന്ന് പറയുന്ന ആൾ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന് അടുത്ത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കാമെന്ന് ഉറപ്പ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫോർവേഡിൽ എഴുതിക്കുന്നത് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു തീസിസ് തയ്യാറാക്കുന്നതിന് പ്രചോദനമായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പേരെഴുതി കഴിഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനും ഒപ്പിട്ട് കൊടുക്കും. അവർ പറയുന്ന ആൾക്കാർക്ക് ഇവാലുവേഷൻ കൊടുക്കും. ഇവാലുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ PhD അവാർഡ് ചെയ്യും. പിന്നെ സിൻഡിക്കേറ്റ് പൂർണ്ണമായും CPMൻ്റെ നിയന്ത്രണത്തിലാണ്. വൈസ് ചാൻസലർ CPMൻ്റെ വൈസ് ചാൻസലറാണ്. അപ്പോൾ PhD കിട്ടുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ PhDയുടെ മൂല്യം തകരുമ്പോൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് PhD എടുക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്ന്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള, അതായത് ആത്മാർത്ഥമായിട്ട് പലരും കൂലിപ്പണിക്കും മറ്റും പോയൊക്കെയാണ് പഠിച്ച് രാത്രിയൊക്കെ ഉറക്കമിഴിഞ്ഞ് ഇരുന്ന് പഠിച്ച് PhD എടുക്കുന്നത്. അത്തരക്കാരെ പോലും കാണുമ്പോൾ ആൾക്കാർക്ക് പരിഹാസമാണ്. കാരണം ഇത് ഒറിജിനലാണോ വ്യാജമാണോ? ഇപ്പോഴും PhDയെ കുറിച്ച് അങ്ങനെ ഒരു സംസാരമായിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സയൻസിലൊക്കെ PhD എടുക്കുന്നവർ വളരെ വർഷങ്ങളോളം സമയം ചെലവഴിച്ചും ലാബിൽ ചെലവഴിച്ചും രാത്രിയും പകലും ചെലവഴിച്ചാണ് PhD എടുക്കുന്നത്. അതേസമയം കെമിസ്ട്രി PhD എടുത്ത ഒരാളുണ്ട്. നിസ്സാരമല്ല. കെമിസ്ട്രി PhD എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാപകലില്ലാതെ വർക്ക് ചെയ്താൽ മാത്രമേ സയൻസിൽ PhD എടുത്തുള്ളൂ. കെമിസ്ട്രി PhD എടുത്ത ഒരാളുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ XMB PK ബിജു, ആലത്തൂര് MP ആയിരുന്നു. അദ്ദേഹം MP ആയിരിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് MG സർവകലാശാലയിൽ PhD എടുത്തു. എങ്ങനെ PhD എടുത്തു എന്ന് ഞാൻ പറയണ്ടല്ലോ. മറ്റാരും എഴുതി തയ്യാറായി കൊടുത്തു. അത് ഇവാലുവേഷൻ അയച്ചു. എന്തായാലും ഗുണമുണ്ടായി. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആളെ അടുത്ത വർഷത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചു. മതി. അദ്ദേഹമാണ് ഇപ്പോൾ CPMൻ്റെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പോക്കെന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ. അപ്പോൾ ഈ PhDയും ഡോക്ടറേറ്റും ഏറ്റവും കൂടുതൽ, ഡോക്ടറേറ്റും ഈ അഡ്വക്കേറ്റുമാരും ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ഇടതുപക്ഷത്തിലാണ്. കാരണം PK ബിജു അങ്ങനെ ഒരുപാട് പേര്. അത് മുൻകാലങ്ങളിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ പേരിന് അഡ്വക്കേറ്റ് എന്ന് വെക്കുക എന്ന് പറയുന്നത് ഒരു ഓണറാണ്. അതിപ്പോൾ മാറി ഡോക്ടറേറ്റ്. ഇപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ അഡ്വക്കേറ്റുമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരായി വരണമെന്നുള്ള ആഗ്രഹം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടായപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ കണ്ടെത്തിയതാണ് ഡോക്ടറേറ്റ്. ആ ഡോക്ടറേറ്റ് നമ്മുടെ കേരളത്തിലെ സർവകലാശാലയിൽ നിന്നും സുലഭമായി കിട്ടുമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ വഴക്കുവല ഉൾപ്പെടെയുള്ള വിവാദമായപ്പോൾ ചില നേതാക്കൾ, ഈ റഹീം തന്നെ ഇരിക്കുന്നു. റഹീം കേരള സർവകലാശാല റിസർച്ച് സ്കോളറായിരുന്നു. അദ്ദേഹം ഫെലോഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ. അതെ, 3 വർഷം സ്കോളർഷിപ്പ് വാങ്ങിച്ചു, ഫെലോഷിപ്പ്. പക്ഷേ ഫെലോഷിപ്പ് വാങ്ങിച്ചെങ്കിലും തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്താണ് തയ്യാറാക്കിയിരുന്നു. തീസിസ് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അവർ തയ്യാറാക്കിയപ്പോഴാണ് വിവാദമായ വാഴക്കുല വന്നത്. അതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അല്ലെങ്കിൽ ഇതിനകം അദ്ദേഹം ഡോക്ടർ റഹീമായി മാറുമായിരുന്നു. ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ഈ അഡ്വക്കേറ്റ് സാർ പറഞ്ഞതുപോലെ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പേരൂർക്കട ലോ അക്കാഡമിയിലേക്ക് പോകേണ്ടി വരും. അവിടെ സെനറ്റ് മെമ്പേഴ്സെല്ലാം സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നടത്തിയ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സാർ അത്? അതെ, നമ്മുടെ കേരളത്തിൽ ആദ്യം
തിരുവനന്തപുരം ലോ കോളേജും അതിനു മുമ്പ് എറണാകുളം ലോ കോളേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് വന്നത്. അപ്പോൾ ഗവൺമെൻറ് ലോ കോളേജിലുള്ള അവസരത്തിലാണ് ഒരു പ്രൈവറ്റ് ലോ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത് ഡോക്ടർ നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാവന അദ്ദേഹം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടെത്തിയാണ്. അങ്ങനെ അദ്ദേഹം തുടങ്ങുകയും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് എ കെ ആൻ്റണിയുടെ കാലത്താണ് സെൽഫ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റി കോളേജുകൾ വന്നു, സ്വാശ്രയ കോളേജ്. പക്ഷേ ആ സ്വാശ്രയ കോളേജ് എന്നുള്ള ആശയം 1968 കൊണ്ടുവന്നത് ഡോക്ടർ നാരായണൻ നായരാണ്. അതായിരുന്നു ഈ ലോ അക്കാഡമി. അപ്പോൾ ലോ അക്കാഡമിയിൽ പഠിച്ച് ഈവനിങ്ങിന് പഠിച്ച് ആൾക്കാർക്കെല്ലാം അഡ്വക്കേറ്റ് ആകാം. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അങ്ങേറ്റേക്ക് പോയി. അവിടെ ഒരു അഡ്മിഷൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പക്ഷേ സീറ്റ് 50% ഈ മെറിറ്റെന്നും പറയും, 50% മാനേജ്മെൻറ്റ് കോട്ട. അപ്പോൾ ആ മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ ഓരോരുത്തരും നാരായണൻ നായർ സാറിനെ ചെന്ന് കാണുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി പറയാണ്, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ലീഗ് ആയാലും എല്ലാ നേതാക്കളും വക്കീലിന് അഡ്വക്കേറ്റ് പരീക്ഷ പാസ്സായതിൻ്റെ ഡിഗ്രി വാങ്ങിച്ചത് ഈ ലോ അക്കാഡമി ഉള്ളതുകൊണ്ടാണ്. ആ ലോ അക്കാഡമിയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും ആ ലോ അക്കാഡമി വന്നതുകൊണ്ട് കുറേ പേര് യഥാർത്ഥത്തിൽ വക്കീലന്മാരായി, കുറേ പേര് നല്ലൊരു ജീവിതം നയിക്കുന്നുണ്ട്, കുറേ പേര് ജഡ്ജിമാരായി. അതൊക്കെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും നമ്മുടെ ഒരു സ്ഥാപനത്തെ അടച്ചു പറയണ്ട. അതിൻ്റെ പേരിൽ സുപ്രീം കോടതി ജഡ്ജി വരെ ആയവരുണ്ട്. അപ്പോൾ അവിടെയും ബേസ് എന്ന് പറയുന്നത് ലോ അക്കാഡമി. ചിലപ്പോൾ ലോ കോളേജിൽ അന്ന് അഡ്മിഷൻ കിട്ടില്ലായിരുന്നിരിക്കാം. അപ്പോൾ പഠിച്ച മിടുക്കന്മാരായാലും ആ സ്ഥാനത്ത് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ ലോ അക്കാഡമി പലർക്കും ഗുണകരമായി, അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ഗുണകരമായി. അതുകൊണ്ട് ആ കോളേജിനെതിരെ ആർക്കും ശബ്ദിക്കാൻ കഴിയില്ല ധാർമ്മികമായി. കാരണം അവർ ജയിച്ച വഴികളെക്കുറിച്ച് അവർ ഓർമ്മിക്കും. കാരണം നേരായ മാർഗത്തിലൂടെ ജയിച്ചായിരിക്കും. അതുകൊണ്ട് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ്, തീർച്ചയായിട്ടും അവർക്ക് തന്നെയായിരിക്കും ദോഷം. അതുകൊണ്ട് നാരായണൻ നായർ സാറിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിർത്താൻ പല രാഷ്ട്രീയ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം അവരെന്താണെന്ന് അവരെക്കാളും അറിയാമെന്നുള്ളത് നാരായണൻ നായർ സാറാണ്. അദ്ദേഹം അങ്ങനെ ഒരു വലിയ പ്രതിഭ തന്നെയായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ആ സ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടു. ആ സ്ഥാപനം യഥാർത്ഥത്തിൽ പഴയ മനോന്മണിയം സുന്ദരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രോപ്പർട്ടിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ കൊടുത്തു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ആ ഭൂമി അന്യാധീനപ്പെട്ട് കിടന്നപ്പോഴത്തേക്കും ആദ്യം EMS ഗവൺമെൻറ് കാലത്ത് ആ ഭൂമി പൂർണ്ണമായും പാട്ടത്തിന് വാങ്ങുകയും പിന്നീട് മുഖ്യമന്ത്രി കരുണാകരൻ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പതിച്ചു വാങ്ങുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ പാട്ടത്തിന് വാങ്ങി അദ്ദേഹത്തിന് പതിച്ചു വാങ്ങിയെങ്കിലും അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ റെസ്റ്റോറൻറ്റും ബാങ്കുകളും ഓഡിറ്റോറിയങ്ങളും അങ്ങനെയുള്ള നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വാദം എന്തെന്ന് വെച്ചാൽ അത് ഈ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് പബ്ലിക് ക്യാൻറ്റീനും കോളേജിനുള്ള ക്യാൻറ്റീനാണ്. ബാങ്ക് എന്ന് പറയുന്നത് കോളേജിലെയും വിദ്യാർത്ഥികൾക്കും ഫീസ് അടയ്ക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം എന്ന രീതിയിലുള്ള ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. അത് എന്തായാലും അത് സംബന്ധിച്ച് കോടതിയിലെ ഒരുപാട് വ്യവഹാരങ്ങൾ ഇപ്പം നിലനിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, LLBയിലൂടെ ജയിച്ചു വരുന്നതിൻ്റെ ശ്രമം നടത്തി ഇപ്പം വ്യാപകമായി LLBയുടെ പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ച് ആക്ഷേപമുണ്ട്. അത് സത്യമാണ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ SFI ഒരു സമരം നടത്തുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ. കാരണം അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഗവൺമെൻറ് ലോ കോളേജിലെ 45 വിദ്യാർത്ഥികൾ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം നടത്തി വിജയിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒറിജിനൽ വാല്യുവേഷനിൽ ക്രമക്കേടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും റീവാല്യൂഷൻ ജയിക്കുന്നത്. റീവാല്യൂഷനിൽ 45 പേർ ജയിച്ചു എന്ന് പറഞ്ഞ സമരം 1.5 പേജ് എസ് എഴുതിയിരുന്ന ഒരു കുട്ടിയുടെ പേപ്പർ സ്ക്രൂട്ടിനി നടത്തിയപ്പോൾ 0 മാർക്കാണ് അധ്യാപകൻ നൽകിയിരിക്കുന്നത്. ഒരിക്കലും 0 മാർക്ക് നൽകില്ലല്ലോ അവർ പറയുന്നതാണ്. അപ്പോൾ ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം ശരിയല്ല എന്ന് പറഞ്ഞ് സമരം നടത്തുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു ഇതിനകത്തും പന്തികേടുണ്ടെന്നുള്ള വിശ്വാസമുള്ള കൂട്ടത്തില്ല. എന്തായാലും ഈ പേപ്പർ വാല്യുവേഷൻ മേലാൽ
കേന്ദ്രീകൃത ആക്കാൻ, ഈ വീടുകളിൽ കൊടുത്തേച്ച് വാല്യൂ ചെയ്യുന്നതിന് പകരം കേന്ദ്രീകൃതമാക്കാനും, അതേപോലെ തന്നെ ഈ MA പരീക്ഷയ്ക്കും MBBS പോലെ ഡബിൾ വാല്യുവേഷൻ ആക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ അപ്പോൾ പരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കാനും സുതാര്യമാക്കാനുമാണ്. എന്തായാലും ഈ അടുത്ത ദിവസം ഇന്നലെ കിട്ടിയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, 44 അല്ല, റീവാല്യുവേഷന് ഇത്തവണ എഴുതിയ 291 പേരിൽ 241 പേരും റീവാല്യുവേഷൻ ജയിച്ചിരിക്കുന്നു. 291 പേരിൽ 241 പേരും ജയിച്ചിരിക്കുന്നു. ഒരു സെമസ്റ്ററിലെ 44 കുട്ടികൾ 44 ജയിച്ചിരിക്കുന്നു. അപ്പോൾ വാല്യുവേഷൻ ഒന്ന് തെറ്റാണല്ലോ. അത് മാത്രമല്ല, ആ വിദ്യാർത്ഥികൾക്ക് 20% മുതൽ 50% വരെ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോഴങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വാല്യുവേഷൻ തെറ്റല്ലേ? അതെ, അല്ല, ഇത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വ്യതിയാനം വരാം. പക്ഷേ ഇത് 20% 50% എന്ന് പറയുമ്പോൾ വലിയ അതും ഇത്രയും കുട്ടികൾ ജയിക്കുന്നു. അപ്പോൾ റീവാല്യുവേഷന് കൊടുക്കുന്നു, വിദ്യാർത്ഥികൾ ജയിക്കുന്നു. അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു, റീവാല്യുവേഷൻ ഒറിജിനൽ വാല്യുവേഷൻ നടത്തി അധ്യാപകനെ പണിഷ് ചെയ്യണം. ഇത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്കും സർവകലാശാല നിയമമുണ്ട്. 20% കൂടുതൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇവാലുവേറ്റർക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ അയാളുടെ വീഴ്ചയാണ്. അതിനുവേണ്ടി സിൻഡിക്കേറ്റിലേക്ക് നോട്ട് വന്നപ്പോഴത്തേക്കും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു നടപടി എടുക്കേണ്ടതെന്നാണ്. നടപടിയെടുത്താൽ ഏതാണ് ഒറിജിനൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം വരും. അതുകൊണ്ട് ആദ്യത്തെ ആൾക്കെതിരെ നടപടിയില്ല, റീവാല്യൂ ആൾക്ക് നടപടിയില്ല, കുട്ടി ജയിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റും കിട്ടും. ഇതാണ് എന്താ ആലോചിച്ചോക. അതുപോലെ ഈ പേപ്പറിൽ ഏതാണ് ഒറിജിനൽ എന്ന് ആർക്കറിയാം? ഇത്രയും വേരിയേഷൻ വന്നെങ്കിൽ അത് അതിൻ്റെ നിജസ്ഥിതി അറിയണ്ടേ? ഇതാണ് LLB കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അതേസമയം MA പരീക്ഷയെക്കുറിച്ചോ MSc നമ്മുടെ 4 ഇയർ UG അല്ലെങ്കിൽ മറ്റ് BCom PhD തുടങ്ങിയ പരീക്ഷയെക്കുറിച്ച് ആക്ഷേപമില്ല. എന്തുകൊണ്ട് LLB പരീക്ഷയിൽ മാത്രം ഇത്രയും കുട്ടികൾ സമരം ചെയ്യുന്നു? കാര്യം ആ പ്രൊഫഷണലിലോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ എന്ത് വില കൊടുത്ത് ഒരു ഡിഗ്രി കരസ്ഥമാക്കുന്നതിന് എന്ത് ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഗവൺമെൻറ് ലോ കോളേജ് ഒന്നേ ഉള്ളൂ. ബാക്കി ആകെ 10 ലോ കോളേജ് കേരള സർവകലാശാല കീഴിലുണ്ട്. മറ്റ് സർവകലാശാല കീഴിലും സമാനമായി കോളേജുകളുണ്ട്. ഈ കോളേജുകളിൽ എല്ലാം തന്നെ പ്രൈവറ്റാണ്. പ്രൈവറ്റ് കോളേജുകളിൽ ചിലപ്പോൾ റിസൾട്ട് മെച്ചപ്പെടുത്താനായി എന്ത് ഔട്ടാദ്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൂടാമെന്നില്ല. ഇപ്പോൾ ലോ അക്കാഡമിയെക്കുറിച്ച് രാഷ്ട്രീയം വന്നു. ഈവനിങ് കോഴ്സ് പാടില്ല എന്നിപ്പോൾ ബാർ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഡേ ടൈമേ പാടുള്ളൂ. അപ്പോൾ ഡേ ടൈമേ പാടുള്ളൂ. ഈവനിങ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് സന്നദ്ധ എടുക്കാൻ പറ്റില്ല എന്ന് ബാർ കൗൺസിലിൻ്റെ നിയമമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവരവിടെ ഈവനിങ് കോഴ്സ് നിർത്തി എന്ന് പറയുന്നുവെങ്കിലും റെക്കോർഡിൽ നിർത്തി. പക്ഷേ പ്രായോഗികമായിട്ട് നടക്കുന്നുണ്ട്. പ്രായോഗികമായിട്ട് എല്ലാവർക്കും അറിയാം നടക്കുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് സിൻഡിക്കേറ്റിൻ്റെ ഒരു ഉപസമിതിയെ വൈസ് ചാൻസലർ നിയോഗിച്ചിരുന്നു. അത് കിട്ടിയ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡേ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രം 8 to 7 ആണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഏത് സമയം വേണമെന്ന് കൺസേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തീരുമാനിക്കാമെന്നാണ് സർവകലാശാല ചട്ടം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ലോ അക്കാഡമി തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങും, 1:30 മണിക്ക് തീരും. 1:30 മണിക്ക് സെക്കൻഡ് ഷോ തുടങ്ങും, സെക്കൻഡ് ഷോ 7 മണിക്ക് തീരും. അത് മാറ്റിനി നടത്തുന്ന പോലെ അത് 1:30 ഇറങ്ങുന്നു, അടുത്ത ബാച്ചിനെ കയറ്റുന്നു എന്നാണ്. അപ്പോൾ റെക്കോർഡിക്കലായിട്ട് ഫ്രം 8 AM to 7 PM ആണ് പരീക്ഷ. നിയമപ്രകാരം ശരിയാണ്. എന്നിട്ട് വേറൊന്നും കൂടി പറയുന്നുണ്ട്, അവിടുത്തെ ലൈബ്രറി 10 മണി വരെ പ്രവർത്തിക്കും. അത് തന്നെയാണ് നടക്കുന്നത്. ക്ലാസ് 10 മണി വരെ ഉണ്ട്. പക്ഷേ റെക്കോർഡിൽ ഇതാണ്. അപ്പോൾ ഇത് അതെന്ന് വെച്ചാൽ ആ രീതിയിൽ വിദ്യാർത്ഥികളെ ഡെയിലാണ് പഠിപ്പിക്കണമെന്ന് കാണിച്ച് ഈവനിങ്ങിൽ പഠിപ്പിച്ചിട്ട് അവർ നാളെ അഡ്വക്കേറ്റന്മാരായിട്ട് നടപടിയെടുക്കാനും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എല്ലാം ആണല്ലോ പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല, ഒരു നടപടി എടുക്കാനും കഴിയില്ല. കാര്യം അത്രത്തോളം സ്വാധീനം ആ മാനേജ്മെൻറ്റിന് ഗവൺമെൻറ് തലത്തിലുണ്ട്. ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥ ഉണ്ട്. കോടതിയിലുണ്ട്, ജഡ്ജിമാരുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയ നേതാക്കളിലുണ്ട്, മന്ത്രിമാരിലുണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കളിലുണ്ട്. ആരെങ്കിലും ഈ അക്കാഡമിക്കെതിരെ സമരം ചെയ്യുമോ? അടുത്ത കാലത്ത് ഒരു സമരം നടന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അറിയാലോ, 2016-17 കാലഘട്ടത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ്റെ പേരിൽ അത് മാത്രമാണ് സമരം. പക്ഷേ എങ്കിലും ആ സമരത്തിനൊക്കെ അവർ അടിച്ചമർത്തി കൊണ്ടുപോയി. കാരണം വളരെ സ്വാധീനം ഏത് ഗവൺമെൻറ് വന്നാലും. അതുകൊണ്ട് ഉള്ളതിന് കാരണം അവരിലുള്ള നേതാക്കന്മാരുടെ ഡിഗ്രികളെല്ലാവരുടെയും ആർക്കും മിണ്ടാത്ത അവസ്ഥയാണ്. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമവിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇതിലെല്ലാം SFIക്കും വലിയൊരു പങ്കുണ്ട്.
മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അവരുടേതായിട്ടുള്ള വിഹിതം ഉണ്ട്. അല്ല, ഇപ്പോൾ ഈ കുട്ടികൾക്ക് പോലും PSCയിൽ വിശ്വാസമില്ല, സർക്കാർ സർവീസിൽ ജോലി കിട്ടണമെന്നൊക്കെ പണ്ടൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പല കുട്ടികൾക്കും. പക്ഷേ ഇപ്പോൾ പലർക്കും അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. കാരണം അത് ക്രമക്കേടുകൾ ഉണ്ടാകുമെന്നും കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടില്ല എന്നൊക്കെയുള്ളൊരു ധാരണ കുട്ടികൾക്കുണ്ട്. അല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവജനങ്ങൾ എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും പോകുന്നത്? ഇവിടെ അവർക്ക് പ്രതീക്ഷയില്ല. നമ്മൾ ശ്രദ്ധിക്കുക, പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കറകം പറയാം, അദ്ദേഹത്തിന് PSC എന്ന് അഡ്വൈസ് തോന്നുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ എത്ര പേർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്? വരുന്നില്ല. ഗവൺമെൻറ് തരത്തിലുള്ള ഉദ്യോഗങ്ങൾ സർക്കാർ സ്വാധീനമുള്ളവന് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കിട്ടും, അല്ലെങ്കിൽ മറ്റേ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബാക്ക് ഡോറിലൂടെ കിട്ടും. അപ്പോൾ സ്വാധീനമില്ലാത്തവരാണ് ഭൂരിപക്ഷവും. ഇത്രയും ഒരു അധപ്പതിച്ചു പോയത് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഇത് പഠിപ്പിച്ച് ഇത് ഈ രീതിയിൽ കുട്ടി അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കാമെന്നും PSC എല്ലാം അവിടെ നോക്കുകുത്തിയായിരിക്കട്ടെ എന്നും എല്ലാം ഉള്ള സ്ട്രാറ്റജി തയ്യാറാക്കിയത് CPM ആണ്. അത് AKE സെൻട്രൽ ഉരുത്തിരിഞ്ഞായിരുന്ന സ്കീമാണ്. ആ സ്കീം കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാനുള്ള ആർജവമുണ്ട്, നടപ്പിലാക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോഴും ഇന്ന് ഗവൺമെൻറ് മാറി വന്നു കരുതുക, സിസ്റ്റം ഇപ്പോഴും അവരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എല്ലാ ഓഫീസുകളിലും. കാരണം അത് മാത്രമല്ല, ഈ 10 വർഷത്തെ തുടർ ഭരണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് മാത്രമല്ല, CPM വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടന്നത്. അതിൽ നിന്നും മോചിപ്പിച്ച് ഗവൺമെൻറ്റിനെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളും അഭിപ്രായം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് സമയമെടുക്കും. സർവകലാശാലയുടെ അവസ്ഥ ഇത് തന്നെയാണ്. സർവകലാശാലയും അവരുടെ കയ്യിലായിരുന്നല്ലോ. അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ പ്രയാസം. ഈ അവസരം കൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമില്ല എന്ന് കണ്ട് കുട്ടികൾ വീണ്ടും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ബർത്ത് റേറ്റ് കുറവായതുകൊണ്ട് കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം തുലവും കുറവാണ്. അതിൽ കൂടി മൈഗ്രേഷൻ കൂടി ആയാൽ ഇതുപോലുള്ള തിരഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഈ കുറേ SFIക്കാരനെ മാത്രമായി. പക്ഷേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പുതിയ UDF ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് വെച്ചാൽ ഇവിടെ ഇതിനെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി വിദേശ രാജ്യങ്ങളെയും വിദേശ സംസ്ഥാനങ്ങളെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അത് ആകർഷണം വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന കാഴ്ച എന്താ? എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും മുമ്പിൽ പിന്നെ ചുവന്ന കൊടികളുമായിട്ട് ആ കോളേജ് യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ്, അവിടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ 1964 കല്ലിട്ട ഒരു ശിലാഫലകം, അതുൾപ്പെടെ മറച്ചുകൊണ്ട് സർവകലാശാലയുടെ പേര് മറച്ചുകൊണ്ട് ബോർഡുകൾ വെച്ചിരുന്ന ചെഗോവേരയുടെ പടകമാണ്. ഇതെടുത്ത് പിക്ചർ എടുക്കുന്ന ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കേരള സർവകലാശാല എന്ന് അടിക്കുമ്പോൾ കാണുന്ന യൂണിവേഴ്സിറ്റിയുടെ പടമല്ല, ഇതാണ്. പിന്നെ ആരിവിടെ വരും? അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥിയോടും പറയാണ്, ഈ യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാണ്. അതിന് CPM കൂടി വിചാരിക്കണം. അല്ല സാർ, എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഏതൊരു രക്ഷിതാവാണെങ്കിലും നമ്മുടെ മക്കൾ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, അവരവിടെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നത് ഈ SFIക്കാർ ഇത്രയധികം അക്രമം കാണിച്ചിട്ട് പോലും അവരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾ പോലും തയ്യാറാകാത്തത് കൊണ്ടാണോ, അതോ അവരവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങാത്തത് കൊണ്ടാണോ? അതല്ല, ഒന്ന് നമ്മുടെ യുവജനങ്ങൾ ഇപ്പോഴത്തേക്കും അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവരല്ല. അങ്ങനെ എന്തെങ്കിലും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ വീട് വിട്ടു പോകും. രക്ഷകർത്താക്കളുടെ അവസ്ഥ അതാണ്. അവർ അറിയാമല്ലോ, അവർക്ക് പെട്ടെന്ന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് ബൈക്കുണ്ട്, എൻ്റെ ബൈക്കില്ല. ഒടുക്കെ അമ്മ അച്ഛനോട് പറയുന്നു, അവർ തമ്മിൽ ആലോചിച്ച് ലോൺ എടുത്തായാലും മോൻ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, മോൻ ചിലപ്പോൾ അപകടത്തിൽപ്പെടുന്നു. ഇത് നമ്മൾ കണ്ടു. ഇനി വാങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് എത്ര കുട്ടികളുണ്ട്? ഇത് അങ്ങനെ ഒരു വല്ലാത്ത ജനറേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ സ്വതന്ത്രരാണ്. അപ്പോൾ അവരിവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? ഇവിടെ കാണിക്കുന്ന അക്രമം. അപ്പോൾ അക്രമത്തിലേക്ക് കുട്ടികൾ തിരിയും. അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുന്നു. അവരെ വിചാരിച്ചാൽ മാത്രമേ കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കൾ നന്നാകണമെന്നുണ്ടെങ്കിൽ CPM വിചാരിച്ചാൽ മാത്രം മതി. അതൊരിക്കലും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം ഈ കൂത്താടി വളരുന്നത് മലിനജലത്തിൽ മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർഗീയതയും എവിടെയുണ്ടോ അവിടെ മാത്രമേ CPMന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇല്ലാതാകാൻ അവരൊരിക്കലും അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാണ്. കാരണം വെച്ചാൽ അവരുടെ വളർച്ച ഇതിലൂടെയാണ്, അവരുടെ അടിസ്ഥാനതാണ്. ഈ രീതിയിൽ ആണ് എന്നോട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വേണ്ടപ്പെട്ട ചില ബന്ധുക്കളായിട്ടുള്ള കൊച്ചുകുട്ടികൾ, ഞാൻ പറയും, ഇപ്പോഴും ഞാൻ SFIയിൽ ചേർന്നു. എന്താണ് അത്? വേറൊന്നുമല്ല, SFI ചേർന്നാൽ സമരത്തിനെ കൊന്നാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. കൃത്യമാണ്.
കൃത്യമായിട്ട് പരീക്ഷാ സമയത്ത് അവർക്ക് സംവിധാനങ്ങളുണ്ട്. പരീക്ഷയിൽ മാർക്ക് കിട്ടും. അവന് വിവരം വേണമെന്നില്ല. അത് എനിക്കിപ്പോൾ ജയിക്കാനല്ലേ കോളേജിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് സാറ് ചേട്ടൻ ശരിയായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്നും അവിടെ നിന്നോളും. ഇവരെ കൂടെ സമരത്തിന് വരും. രാവിലെ സെക്രട്ടേറിയറ്റ് വരണമെന്ന് പറയും, പോവും, കല്ലെറിയും, ചിലപ്പോൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടിടും. ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംവിധാനം ഇപ്പോൾ തന്നെ ഉണ്ടില്ലേ, സിസാ തോമസിൻ്റെ കേസിൽ ഇത്രയും ഹീനമായ രീതിയിൽ ഒരു ശവമഞ്ച അടക്ക് കഴിഞ്ഞു. അതും എങ്ങനെ ഇപ്പോൾ പറയുന്നതും ഇവിടുത്തെ മീഡിയക്കാരെല്ലാം ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കൂടെയാണ്. കാരണം അത് ഒരു പഴയ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ലൈറ്റ് ഇല്ലാതെ പഴയ ലൈറ്റുകൾ കൊണ്ടുവച്ചുള്ള അത് പ്രതീകാത്മകമായി കാണിച്ചതാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതിന് ഈ ഓർത്തഡോക്സ് പള്ളിയിലെ പ്രാർത്ഥന വേണം. അല്ല, അത് ഈ നമ്മൾ നിർഭാഗ്യവശാൽ ഏത് മേഖലയിലും ഇടതുപക്ഷം പിടിമുറുക്കുകയാണ്. ഒരു ക്യാൻസർ പോലെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും ഇത് തന്നെയാണ്. അല്ല, മാധ്യമപ്രവർത്തകർ ആദ്യം അവരൊന്ന് അറച്ചു. ആദ്യം അവർക്ക് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള ഇതാണ്. കാരണം അവിടെ ആ ധൂമം പോകുന്ന ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ രീതി അനുസരിച്ചാണ് അവിടെ ശവമടക്കം നടന്നത്. അത് സിംബോളിക്കാണെന്നുള്ള വ്യക്തമായല്ലോ. ഇപ്പോൾ പറയുന്നത് അതല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ നാടക പ്രവർത്തകർ കാണിച്ച ഒരു ശവമടക്കാണ്. അത് വീസിയായിട്ട് ബന്ധമില്ല എന്ന് കാണിച്ച് രക്ഷപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇന്നലെ 4 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. ആ കുട്ടികളെല്ലാം തന്നെ ജയിലിൽ നിന്ന് വെറുതെ വിട്ടു. അപ്പോൾ ഇതാണ് അവസ്ഥ. ആ കുട്ടികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൂടുതലുണ്ടാവും. അവർ അഴിഞ്ഞാടുമ്പോൾ ഇത് ഒരു തലമുറയെ, ഒരു സമൂഹത്തിനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, ഒരു സംരംഭം പോലും തുടങ്ങാൻ കഴിയില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ സംരംഭങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളാകട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളാകട്ടെ കൊടികുത്തി പൊട്ടിച്ചിട്ടുണ്ട് CPM. അത് CPM മാത്രമാണ്. ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 182ഓളം സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ CPM പൂട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ പോലും ഇവിടെ ആരും സമ്മതിക്കില്ല. അപ്പോൾ തയ്യാറാകില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൊഴിലില്ലായ്മയും പട്ടിണി. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ, പട്ടിണി. CPM പ്രതീക്ഷിക്കുന്നതാണ് എല്ലാവർക്കും തൊഴിലും എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പാർട്ടി കാണും സാർ. പലരും ചിലപ്പോൾ BJPയിൽ വിശ്വസിക്കാം, ലീഗിൽ വിശ്വസിക്കാം, കോൺഗ്രസിൽ വിശ്വസിക്കാം. പക്ഷേ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ഒരാളും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കില്ല. അല്ല, അവരുടെ ആശയമാണല്ലോ. അവരെ ജോലിക്ക് പാടില്ല. അവർ പാർട്ടി ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, പാർട്ടി വർക്കേഴ്സിന് ഒരു ശമ്പളം കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. പാർട്ടി വർക്കേഴ്സ് ശമ്പളം കൊടുക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകണം, തൊഴിലില്ലാത്തവർ വേണം. ഞാൻ തമിഴ്നാട്ടിൽ പോകട്ടെ, തമിഴ്നാട്ടിൽ ഞാൻ പലപ്പോഴും പോകാറുള്ളതാണ്. അവിടെ ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഒരു പാർട്ടിയും ഇല്ല, DMK ഇല്ല, ADMK ഇല്ല, ഇയാളുടെ വിജയുടെ പാർട്ടിയും ഇല്ല, ആരെയും കാണുന്നില്ല. അവിടെ രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും തൊഴിലാണ്. എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ആർക്കും തന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ ബസ് സ്റ്റാൻഡുകളിൽ വന്ന് കൂട്ടി സ്ത്രീകൾ നിൽക്കുന്ന കാണണം. കാരണം ബസ് പിടിച്ച് വിട്ടി പോകാനായിട്ട് അവർ ജീവിക്കുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ ആ സ്റ്റേറ്റിലുണ്ട്, അതിൻ്റെ ഐശ്വര്യ സംസ്ഥാനത്തുണ്ട്. അത് മാത്രമല്ല സാർ, ഈ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നും നമ്മൾ വിദ്യാർത്ഥി സമരങ്ങളെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. ഇവിടെ എന്ന് നോക്കിയാലും ഇപ്പോൾ അവിടെ സമരങ്ങളേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷനേക്കാളും മെച്ചമല്ല പല തമിഴ്നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കർണാടക ഇൻസ്റ്റിറ്റ്യൂഷനും. പക്ഷേ അവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇവിടുന്ന് അങ്ങ് പോവുക. ഇവിടുന്ന് മാതാപിതാക്കളെ കണ്ട് പണവുമായി കൊണ്ട് അങ്ങോട്ട് പോകാൻ കാര്യം സമാധാനമായി പഠിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ പോകും. അത് നമുക്കിവിടെ ഇല്ല. അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയെങ്കിലും CPM അവരുടെ കേഡന വളർത്തുന്നതിനുള്ള പ്രസ്ഥാനമാക്കി ഈ SFIയെ മാറ്റാതെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും CPMനും ഇവിടെ ഒരു നിലനിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം. അവരങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ സാർ, അതായത് യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അനിവാര്യമാണോ, അതൊരു അനാവശ്യമല്ലേ? അല്ല, ഞാൻ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അനുകൂലമാണ്. കാരണം ക്യാമ്പസിൽ ചില വിദ്യാർത്ഥി പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അവർ സമൂഹത്തിൽ എന്താണ് അറിയണം, അവർ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. അവരെങ്കിൽ മാത്രമേ അവർക്ക് ശരിയായ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, എന്നെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വിദ്യാർത്ഥിക്കുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥിയെ നമ്മൾ അടച്ചിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവനിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ചിന്ത ഉണ്ടാവില്ല. അവനെ സ്വതന്ത്രമായി വിടണം. പക്ഷേ അതിന് പകരം അവനെ തടവറയിലാക്കിയുള്ള രാഷ്ട്രീയം,
എനിക്ക് CPM-ൻ്റെ രാഷ്ട്രീയത്തിനോട് വിശ്വാസമില്ലാത്തതും എനിക്ക് BJP-യുടെയോ കോൺഗ്രസിൻ്റെയൊക്കെ വിശ്വാസം ഉള്ളതും എന്തുകൊണ്ട് വെച്ചാൽ അവർ സ്വതന്ത്രരാക്കി വിടുന്നുണ്ട്. കോൺഗ്രസ് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, ആർക്കും എന്ത് അഭിപ്രായം ആരോടും പറയാം. അപ്പം KS-ൻ്റെ പയ്യന്മാർ പറയും ഇതാണ് എൻ്റെ അഭിപ്രായം, മറ്റേതങ്ങനെ പറയാൻ കഴിയില്ല. അവ മറ്റേ അടിച്ചമർത്തി കഴിയുന്ന രാഷ്ട്രീയവും മറ്റൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് പലപ്പോഴും സർവകലാശാലകളിലും കോളേജുകളിലും നടക്കുന്നതും അതാണ് നമ്മെ വെറുപ്പിക്കുന്നതും. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിന് അതീതമായ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കണം, സംവാദങ്ങൾ നടക്കണം. സർവകലാശാലകളും കോളേജ് ക്യാമ്പസുകളും അങ്ങനെ ക്രിയാത്മകമായ സംവാദങ്ങൾ നടക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും ഭൂമിക്ക് താഴെയുള്ള നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വേണം നല്ലൊരു തലമുറ വാർത്തെടുത്ത് വരാൻ. അതായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്ത്. അതെ അതെ, തീർച്ചയായും സാർ പറഞ്ഞതുപോലെ ഈ CPM ഒന്ന് മാറ്റി ചിന്തിച്ചാൽ, നിയന്ത്രിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അവരങ്ങനെ ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അവരുടെ പാർട്ടിക്കും നേതാക്കൾക്കും നിലനിൽപ്പുണ്ടാകില്ല. എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചിലവഴിച്ചു. നന്ദി.